നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ സത്യസന്ധത പുലർത്തുന്നുണ്ടോ, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധമാണോ, അതുപോലെ അവർ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടാണോ സ്നേഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് വാലിഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ അതായത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പേഴ്സന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനസ്സ് നന്നായിട്ട് കൂളാക്കി വെച്ചിട്ട് നിങ്ങളെ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ട്രൂത്ത്ഫുൾ ആണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ട്രൂത്ത്ഫുൾ ആണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ട്രൂത്ത്ഫുൾ ആണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ്ഫുൾ ആണോ, ട്രൂത്ത്ഫുൾ ആണോ? അവർ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്? അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ? 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 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അവരുടെ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ? ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. അപ്പോൾ നമുക്ക് ഓരോ കാർഡായിട്ട് നോക്കാം. Nine of Cups, King of Wands, Ace of Cups, Four of Wands. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അവർ അത്രയും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളുമായിട്ടൊരു നല്ലൊരു ഫാമിലി ലൈഫ്, അതാണ് അവരുടെ സ്വപ്നം. നിങ്ങൾ അവരുടെ ഒരു വിഷാണ്. അതായത് നിങ്ങളെ അവര് എന്താ പറയാ, ഒരു ആഗ്രഹം, അവരുടെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഫസ്റ്റ് ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളൊത്തുള്ള ഒരു ലൈഫാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം. ഒരു എന്താ പറയാ, മാരേജ് കാർഡാണിത്. മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ്, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ദ എംപ്രസ് ആണ്. അവര് എന്താ പറയാ, അത്രയും ഒരു റെസ്പെക്റ്റോടെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുപോലെ നിങ്ങളിൽ അവർക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി എന്താ പറയാ, വളരെ എന്താ പറയാ സക്സസ് ആയിട്ട്, അതായത് അവർക്ക് അവരുടെ ലൈഫിൽ ആവശ്യത്തിലധികം സമ്പാദ്യമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അവര് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കണം. അവരുടെ ഒരു ഇമോഷണൽ സൈഡ് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അത്രയും സ്നേഹമാണ്. ആ സ്നേഹം മുഴുവൻ നിങ്ങളോടാണ്. നിങ്ങളാണ് അവരുടെ ഒരു എന്താ പറയാ
നിങ്ങളാണ് അവരുടെ സ്നേഹം. അവർക്കുള്ളിലുള്ള സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വേറൊരു ആൻസറിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അത്രയും സ്ട്രോങ് ആയിട്ട് അവർ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുപോലെ അവര് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളായിട്ട് നല്ലൊരു ലൈഫ് ഒരു എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈക്വലായിട്ട് രണ്ടുപേരും പരസ്പരം പ്രണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു വിഷാണ് നിങ്ങൾ, അവരുടെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ. നിങ്ങളാണ് അവരുടെ ലൈഫിലെ എല്ലാം. അങ്ങനെ ഒരു റീഡിംഗ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അവർ വളരെയധികം ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ കൂടി എന്താ പറയുക, അവരുടെ മൈൻഡിൽ ഫുള്ള് നിങ്ങളാണ്. നിങ്ങൾ ഓർക്കാതെ ഒരു ദിവസം പോലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇമോഷൻസിനെ ബാലൻസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിലേക്ക് ആവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇത്രയധികം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാനും എന്താ പറയുക, നിങ്ങളുമായിട്ടൊരു നല്ല ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ പേഴ്സണ് വളരെയധികം എന്താ പറയുക, ഒരു സക്സസ് ആണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരിക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആയിട്ടാണ് അവർ കരുതുന്നത്, ഒരു വിജയമായിട്ടാണ് അവർ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു സെലിബ്രേറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് നന്നായിട്ട് നിങ്ങളുടെ എന്താ പറയുക ക്ലെയിം ചെയ്യുക, അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളിത്. കാരണം അത്രയും നല്ല റീഡിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ ആത്മാർത്ഥതയാണ് ഇവിടെ നമുക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത്. അവർ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയില്ലേ, അത്രയും സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അവരെന്തായാലും നിങ്ങളെടുത്ത് തിരിച്ചു വരും. ഉണ്ടോ, അവരൊരു ആക്ഷൻ എടുത്ത് തിരിച്ചു വരും. മാത്രമല്ല നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റും തരും, നിങ്ങളായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത്രയും അവർ ആഗ്രഹത്തോടെ കാണുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ റീഡിങ് മാനിഫെസ്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.